സജിമോന കേസ് പ്രതിയെ CPM-ൽ തിരിച്ചെടുത്തതിന് പിന്നാലെ വിമർശനവുമായി പീഡനത്തിനിടയായ യുവതിയുടെ സഹോദരൻ CPM ഏരിയ സെക്രട്ടറി ഇടപെട്ട് സഹോദരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകും. പ്രതി CC സജിമോനെതിരെ പാർട്ടിയെ സമീപിക്കുമെന്നും യുവതിയുടെ സഹോദരൻ വ്യക്തമാക്കി. പെൺകുട്ടിക്ക് പരാതിയില്ലെന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടി അദ്ദേഹത്തിൻ്റെ അല്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ആ വിഷയത്തിനകത്തുണ്ടായ മാനസിക ബുദ്ധിമുട്ടും എൻ്റെ വീട്ടുകാർക്കുണ്ടായ മാനഹാനിയും ഒക്കെ ഞാനിതിനകത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിതിനെ നിയമപരമായി തന്നെ ശക്തമായി നേരിടാനാണ് ഞാനതിനകത്ത് തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് പരാതി ഇല്ലാഴികയില്ലല്ലോ. സ്ത്രീക്ക് പരാതി ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ ആ സജിമോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 376 വീഴുന്നത്? അറസ്റ്റ് ചെയ്യിക്കാതെ മാറ്റി നിർത്തിക്കൊണ്ട് വീട്ടിൽ അവൻ്റെ അമ്മയും സഹോദരങ്ങളെയും ഒക്കെ പറഞ്ഞു വിട്ട് ജാമ്യം എടുക്കാൻ സഹായിക്കണം. രാപകലില്ലാതെ വീട്ടിൽ കയറി ജാമ്യം എടുക്കാൻ സഹായിക്കണം. പോലീസ് പിടിച്ചാൽ അവൻ അകത്തു പോകും, ഞങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്യരുതെന്നും പറഞ്ഞ് രാപകൽ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ജാമ്യം എടുക്കാൻ സഹായിക്കുന്ന സ്ഥിതി എൻ്റെ സിസ്റ്റർ കാണിക്കാനിടയായത്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, ഈ സജിമോനെ തിരിച്ചെടുത്തതിന് പിന്നാലെ അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ സഹോദരൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നാണ് അവരുടെ ഇപ്പോഴത്തെയും ആത്മവിശ്വാസം. സജിമോനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. ഏറ്റവും ഒടുവിൽ അയാൾക്കെതിരെ പരസ്യമായ പ്രതിഷേധമെന്നോണം തിരുവല്ല മേഖലയിൽ പാർട്ടി ഓഫീസിന് സമീപത്ത് വരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതിനൊടുവിൽ തനിക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ലെന്നും യുവതി പരാതിക്കാരിയെന്ന് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം കരുതുന്ന ആൾക്ക് തനിക്കെതിരെ യാതൊരു ആക്ഷേപവും പറയാനില്ല എന്ന് സജിമോൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞ കൂടി പശ്ചാത്തലത്തിലാണ് യുവതിയുടെ സഹോദരൻ പരസ്യമായ പ്രതികരണത്തിലൂടെ രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം പാർട്ടിയെയും ഒപ്പം തന്നെ സജിമോനെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. സജിമോനെതിരെ പാർട്ടിയെ സമീപിക്കുന്നതിനോടൊപ്പം തന്നെ നിയമപരമായ നടപടികൾ കൂടി തുടരും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. ഒപ്പം തന്നെ ഈ കേസ് രൂപപ്പെട്ട കാലയളവ് മുതൽ CPM തിരുവല്ല ഏരിയ നേതൃത്വം സജിമോനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും നടപടികളുമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഏരിയ സെക്രട്ടറി കൂടി ഉൾപ്പെട്ട ഒരു സംഘമാണ് യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ 2 മാസത്തോളം കാലം സജിമോനെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ താമസിപ്പിച്ചു എന്നുള്ള വിവരം കൂടി ആക്ഷേപമായി യുവതിയുടെ സഹോദരൻ ഉന്നയിക്കുകയാണ്. യുവതിക്ക് തനിക്കെതിരെ പരാതി ഇല്ല എന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞ ഈ സജിമോൻ കുട്ടിയുടെ പിതൃത്വത്തെ തള്ളിപ്പറയുമോ എന്നുള്ള കാര്യം കൂടി യുവതിയുടെ സഹോദരൻ ഉന്നയിക്കുന്നുണ്ട്.